നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ സഹായമായും നിരാശയുടെ നിമിഷങ്ങളിൽ പ്രത്യാശയായും കടന്നുവരുന്ന നമ്മുടെ നല്ല അമ്മ, ലോകത്തിന്റെ രക്ഷകനായ യേശുവിനെ ഗർഭം ധരിച്ച മഹത്തായ മാതാവ്, സ്നേഹത്തിന്റെ പ്രതീകം, വിശ്വാസത്തിന്റെ ദീപസ്തംഭം, നമ്മുടെ പരിശുദ്ധ അമ്മ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ഈ അനുഗ്രഹീതമായ അവസരത്തിൽ ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ മറിയത്തിന്റെ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള ചില പാഠങ്ങളെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് പരിശുദ്ധ കന്യകാമറിയം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം: ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധ കന്യാമറിയം ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുള്ളവളായിരുന്നു. ദേവദൂതനായ ഗബ്രിയേൽ മറിയത്തോട് ദൈവത്തിന്റെ പദ്ധതി അറിയിച്ചപ്പോൾ മറിയം ഒട്ടും ഭയപ്പെടാതെ ദൈവത്തിന്റെ തിരുമനസ്സിന് കീഴ്വഴങ്ങി. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ കടന്നു വരാം. അപ്പോഴെല്ലാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ തിരുമനസ്സിന് കീഴ്വഴങ്ങുവാൻ നാം പഠിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. നമുക്കറിയാം, പരിശുദ്ധ മറിയം വിനയവും ലാളിത്യവും നിറഞ്ഞതായിരുന്നു. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഒട്ടേറെ ബഹുമതികളും എല്ലാം കിട്ടുമ്പോഴും അഹങ്കരിക്കാതെ മറിയത്തെ പോലെ വിനയത്തോടെ ജീവിക്കുവാൻ നാം പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: മറിയം അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമുക്കറിയാം, പരിശുദ്ധ മറിയത്തിന്റെ ജീവിതം ഒട്ടനവധി ബുദ്ധിമുട്ടുകളും സഹനങ്ങളും നിറഞ്ഞതായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു വരാം. അത്തരം അവസരങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നാം ഈ വചനത്തെ ആശ്രയിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിൽ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. നമ്മുടെയൊക്കെ ജീവിതത്തിലും നാം എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധരായിരിക്കണം എന്ന ഒരു വചന സന്ദേശമാണ് ഈ ഭാഗം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ മറിയത്തിന്റെ ജീവിതം ഒരു കഥ മാത്രമല്ല, അത് വിശ്വാസ ജീവിതത്തിലെ പ്രകാശദീപമാണ്. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മെ ശക്തരാക്കുന്ന സ്നേഹത്തിന്റെ ശബ്ദമാണ് പരിശുദ്ധ മറിയത്തിന്റെ ജീവിതം. ദുഃഖങ്ങളിലും ആശങ്കകളിലും പോരായ്മകളിലും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ സഹായമാണ്, നിരാശയുടെ നിമിഷങ്ങളിൽ പ്രത്യാശയാണ് ഈശോയുടെ അമ്മ, നമ്മുടെ അമ്മ. നന്ദി, നമസ്കാരം.